ഹലോ, ഇന്നിതാ നല്ല അറബിക് ബുഖാരി ചിക്കൻ റൈസാണേ. ഇതിൻ്റെ ടേസ്റ്റ് യാ റബ്ബി ഒന്നും പറയാനില്ല. ഞാൻ ആക്കിയോണ്ട് പറയുന്നില്ല കേട്ടോ, തിന്ന് തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് ബസ്മതി റൈസായിട്ട് എടുത്തിട്ടുള്ള അത് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതാ ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതാ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കിസ്മിസും 3 മാഗി ക്യൂബും ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതിൽ ഈ മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കാം. ഇനിയിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും പൊരിച്ച് വെക്കാം. ഇനിയിതാ സെയിം ഓയിലിൽ തന്നെ ചിക്കന് സ്കിന്നോട് കൂടിയിട്ട് കേട്ടോ എടുക്കണ്ടേ. എന്നിട്ട് അത് ഓയിലിട്ടിട്ട് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് 2 സൈഡും ഒന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. ഇത് ശരിക്കും അടച്ചു വെക്കണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡ് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. പക്ഷേ ഞാൻ ഇടുമ്പോൾ വെള്ളത്തോടെ ആയതുകൊണ്ട് നല്ല പൊട്ടിത്തെറിയാനും, അപ്പം ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട 2 സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി ഇത് ഓയിലിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 സവാള ഇല്ലേ, അതിട്ടിട്ട് നല്ലോണം എന്താ പറയുക, ജസ്റ്റ് സോട്ട് ചെയ്താൽ പോരാ, നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരണം. ഇനി ഇതേ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ബാക്കിയുള്ള ക്യാരറ്റ് ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ മീഡിയം സൈസിലുള്ളൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 മാഗി ക്യൂബ് 2 എണ്ണം ഈ തക്കാളിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഉള്ളിൻ്റെ മിക്സ് ഇല്ലേ അതിലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ചിക്കൻ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്, അത് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ 2 കപ്പ് അരി എടുത്തോണ്ട് 4 കപ്പ് വെള്ളമാണ് വേണ്ടേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനി ഒരു 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ ബാലൻസുള്ള മാഗി ക്യൂബില്ലേ, ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ആ ഒരു മാഗി ക്യൂബ് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതാ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
ഇതാ റൈസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് കണ്ട, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കൂടുതൽ ഈ മസാല അതൊന്നും ഇല്ലാത്ത. പക്ഷേ അതിൻ്റെ ടേസ്റ്റാണെങ്കിൽ ഒന്നും പറയാനില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുന്തിരിയും ക്യാരറ്റും ഇല്ലേ, അതിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.